ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം 21 മുതൽ ഏകദേശം 31-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കാണുന്നു ഭഗവാൻ ഹസ്തിനാപുരത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് മടങ്ങുന്നു. ആ ഒരു രംഗമാണ്, ആ ഒരു സമയത്താണ് ഇവർ ഭഗവാനെ സ്തുതിക്കുന്നത്. ഇപ്പോൾ 25-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. 26-ാമത്തെ ശ്ലോകം നോക്കാം. അഹോ അലം ശ്ലാഘ്യതാമം യദോകുലം അഹോ അലം പുണ്യാതമം മധുർവനം യത് ഏഷ പുംസാം വൃഷഭാ ശ്രിയാപതിഃ സ്വജന്മനാ ചക്രമേണ ചാഞ്ചതി. അഹോ അലം ശ്ലാഘ്യതമം യദോകുലം അഹോ അലം പുണ്യതമം മധുർവനം യദേശ പുംസാം വൃഷഭാ ശ്രിയാപതി സ്വജന്മനാ ചക്രമേണ ചാഞ്ചതി. വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹോ അലം ശ്ലാഘ്യമം യദോകുലമഹോ അലം പുണ്യതമം മധുർവനം യദേശ പുംസാം വൃഷഭശ്രിയപതി സ്വജന്മനാ ചംക്രമണേന ചാഞ്ചതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹോ അലം ശ്ലാഘ്യതമം യദോകുലം
അഹോ അലം പുണ്യതമം മധുർവനം യദേശ പുംസാം വൃഷഭശ്രിയപതിം സ്വജന്മനാ സംക്രമണേന ചാഞ്ചതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഹോ അലം ശാഖ്യതമം യതോകുലം അഹോ അലം പുണ്യതമം മധോർവനം യദേശ പുംസാം ഋഷഭശ്രിയപതി സ്വജന്മനാ ചംക്രമണേന ചാഞ്ചതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഹോ അലം ശ്ലാഘ്യതമം യതോകുലം അഹോ അലം പുണ്യതമം മധോർവനം യദേശ പുംസാം ഋഷഭശ്രിയപതിഃ സ്വജന്മനാ ചംക്രമണേന ചാഞ്ചതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹോ അലം ശ്ലാഘ്യതമം യദോകുലം അഹോ അലം പുണ്യതമം മധോർവനം യദേശ പുംസാം ഋഷഭശ്രിയപതി സ്വജന്മനാ ചംക്രമണേന ചാഞ്ചതി. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അഹോ അലം ശ്ലാഘ്യമദം യദോകുലം അഹോ അലം പുണ്യതമം മധോർവനം യദേശ പുംസാം ഋഷഭശ്രിയാപതി സ്വജന്മനാ സംക്രമണേന ചാഞ്ചതി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹോ അലം ശ്ലാഘ്യതമം യദോകുലം അഹോ അലം പുണ്യതമം മധോർവനം യേശ പുംസാ ഋഷഭാശ്രിയപതിഃ സ്വജന്മന ചക്രമണേന ചാഞ്ചതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ ആരെങ്കിലും ഒരാൾ. ഹരേ കൃഷ്ണ. കൃഷ്ണ ശീലപ്രവർത്തിക്ക് ജയ. വിവർത്തനം. അഹോ സർവ്വജീവസത്തുക്കളുടെയും പരമാധികാരിയും ഐശ്വര്യദേവതയായ ലക്ഷ്മിയുടെ പതിയുമായ ഭഗവാൻ അവതരിച്ചതും ബാല്യത്തിൽ അലസഗമനം നടത്തിയതുമായ യദുരാജകുലം എത്ര പരമ മഹനീയവും മധുര എത്ര പുണ്യഭൂമിയുമാണ്. ഭാവാർത്ഥം. ശിലപ്രവാദിക്ക് ജയ്. ഭഗവത്ഗീതയിൽ പരമദിവ്യത്വ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടത്തെ അതീന്ദ്രിയ ആവിർഭാവത്തെയും തിരോധാനത്തെയും കർമ്മങ്ങളെയും കുറിച്ച് സ്പഷ്ടമായ വർണ്ണന നൽകിയിട്ടുണ്ട്. ഭഗവാൻ ഒരു പ്രത്യേക കുലത്തിലോ സ്ഥലത്തോ അവിടത്തെ അചിന്ത്യ ശക്തിയാൽ അവതരിക്കുന്നു. ഒരു ഭൗതിക ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്ന ബദ്ധാത്മാവിനെ പോലെയല്ല ഭഗവാൻ ജന്മമെടുക്കുന്നത്. അവിടുന്നിന്റെ ജനനം സൂര്യന്റെ ആവിർഭാവവും തിരോധാനവും പോലെയാണ്. സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ ഉദിക്കുന്നു. എന്നാൽ സൂര്യന്റെ മാതാവ് കിഴക്കേ ചക്രവാളം എന്ന് അതിനർത്ഥമില്ല. പ്രപഞ്ചത്തിന്റെ ഓരോ ഭാഗത്തും സൂര്യൻ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ നിശ്ചിത സമയത്ത് സൂര്യൻ ദൃശ്യമാകുന്നു. മാത്രവുമല്ല വീണ്ടും നിശ്ചിത സമയത്ത് സൂര്യദേവൻ അദൃശ്യനാവുകയും ചെയ്യുന്നു. അതുപോലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ സൂര്യനെ പോലെ പ്രത്യക്ഷനാവുകയും മറ്റൊരു സമയത്ത് വീണ്ടും നമ്മുടെ ദൃഷ്ടിക്ക് അഗോചരനായി തീരുകയും ചെയ്യുന്നു. എല്ലാ കാലത്തും എല്ലായിടങ്ങളിലും അവിടുന്ന് സ്ഥിതി ചെയ്യുന്നു. എന്നാൽ എപ്പോൾ അവിടുന്ന് തന്റെ അഹേതുകമായ കാരുണ്യത്താൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകുന്നുവോ അപ്പോൾ അവിടുന്ന് ജന്മമെടുത്തുവെന്ന് നാം പറയുന്നു. വേദശാസ്ത്രങ്ങളിലെ പ്രസ്താവനകളെ ആസ്പദമാക്കി ഈ സത്യം മനസ്സിലാക്കുന്ന ആരും വർത്തമാന ശരീരം ത്യജിച്ചയുടൻ തീർച്ചയായും മുക്തരായി തീരുന്നു. അനേക ജന്മങ്ങൾക്കു ശേഷവും ക്ഷമയോടും നിരന്തര പരിശ്രമത്തോടും കൂടിയുള്ള മഹത്തായ യത്നങ്ങൾക്കു ശേഷവും ജ്ഞാനവൈരാഗ്യങ്ങളോടു കൂടിയും മാത്രമേ മുക്തി പ്രാപ്തമാകുന്നുള്ളൂ. അതേസമയം ഭഗവാന്റെ അതീന്ദ്രിയ ജന്മകർമ്മങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഗ്രഹിക്കുക വഴി മാത്രം ഒരുവന് തൽക്ഷണം മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നു. ഭഗവത്ഗീത 4:9 നിർണയമാണത്. എന്നാൽ അജ്ഞതയുടെ അന്ധകാരത്തിലുള്ളവർ ഭൗതിക ലോകത്തിലെ ഭഗവാന്റെ ജനനത്തെയും കർമ്മങ്ങളെയും സാധാരണ ജീവസത്തകളുടേത് പ്രദാനം ചെയ്യുകയില്ല. ആകയാൽ രാജാവ് യദുവിന്റെ വംശത്തിൽ വസുദേവ രാജാവിന്റെ പുത്രനായുള്ള ഭഗവാന്റെ ജനനവും മധുരയിലേക്ക് നന്ദ മഹാരാജാവിന്റെ കുടുംബത്തിലേക്കുള്ള അവിടത്തെ മാറ്റവുമൊക്കെ ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ അതീന്ദ്രിയ ഏർപ്പാടുകളാണ്. യദുവംശത്തിന്റെയും മധുരയിലെ നിവാസികളുടെയും ഭാഗ്യം ഭൗതികമായി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഭഗവാന്റെ ജന്മകർമ്മങ്ങളുടെ അതീന്ദ്രിയ സ്വഭാവത്തെ കുറിച്ച് ഗ്രഹിക്കുക വഴി മാത്രം അനായാസേന മോക്ഷം പ്രാപ്തമാകുന്നുവെങ്കിൽ ഭഗവാന്റെ കുടുംബാംഗമായോ അയൽവാസിയായോ അവിടുത്തെ വ്യക്തിഗതമായ സംസർഗം യഥാർത്ഥത്തിൽ ആസ്വദിച്ചവർക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് സങ്കല്പിച്ചു നോക്കാം. ഐശ്വര്യദേവതയുടെ പതിയായ ഭഗവാനുമായി
സംസർഗത്തിൽ ഏർപ്പെടാൻ തക്കവിധം ഭാഗ്യം സിദ്ധിച്ചവർക്ക് നിശ്ചയമായും മുക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിനേക്കാൾ അധികതരമായ ഒന്ന് പ്രാപ്തമായി. ആകയാൽ ആ വംശവും പ്രദേശവും ഭഗവത് കൃപയാൽ ഉചിതമാവണ്ണം നിത്യശ്രേയസ്കരമാകുന്നു. ഹരേ കൃഷ്ണ പൂജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാധുജി. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ ഭഗവാനെ സ്തുതിക്കുന്നു അല്ലേ? കുറേ ശ്ലോകങ്ങളിലായി അവർ സ്തുതിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇവിടെയും എന്താണ് പറയുന്നത്? അഹോ അഹോ എന്ന് പറഞ്ഞാൽ ഓ, അതായത് അത്ഭുതത്തോടുകൂടി പറയുകയാണോ, അല്ലെങ്കിൽ എന്തൊരു മഹാസൗഭാഗ്യമാണ് ആർക്ക്? അതായത് ഇവിടെ പറയുന്നത് എന്താണ്? അതായത് ശരിയായിട്ടും അല്ലെങ്കിൽ ശരിക്കും പറയുവാണെങ്കിൽ എത്ര ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ് യദു കുലത്തിലുള്ളവർ. അങ്ങനെയാണ് പറയുക. അഹോ അഹോ എന്ന് പറയുമ്പോൾ അത്ഭുതത്തോടു കൂടി, അല്ലെങ്കിൽ വളരെയധികം അതായത് ആ ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകത, ഒരുപാട് സ്പെഷ്യലാണ് യദു കുലം. അഹോ അലം ശ്ലാഘ്യതമം യദോകുലം, യദുകുലം. അതേപോലെ തന്നെ അഹോ അലം എത്രമാത്രം പുണ്യതമം മധുർവനം, അതായത് മധുര. ഇപ്പോൾ യദുകുലം എത്ര ശ്രേഷ്ഠരാണ്, യദുകുലത്തിലുള്ളവർ എത്ര ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്, ഇതാണ് പറയുന്നത്. അതേപോലെ തന്നെ എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ എത്രയോ വലിയ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം, അല്ലെങ്കിൽ പുണ്യ സ്ഥലമാണ് ഏത്? മധുര. കാര്യം എന്താണ്? എങ്ങനെയാണ് പുണ്യസ്ഥലമാവുന്നത് മധുര? ഭഗവാൻ കൃഷ്ണൻ അവിടെ ജനിക്കുന്നു അല്ലേ? അതുകൊണ്ട് മധുരാധാം ആയി മാറുന്നു. എത്രയോ ശ്രേയസ്കരമാണ് മധുര. യദേശ പുംസാം ഋഷഭ സ്ത്രീയാപതി സ്വജന്മന ചംക്രമണീന ചഞ്ചതി. അവിടെ പറയുന്നു, അപ്പോൾ യദുകുലത്തിൽ ജനിച്ചവർ, അതേപോലെ മധുരയിലുള്ളവർ, ഭഗവാൻ കൃഷ്ണൻ്റെ, അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ കൂടെ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീലകളിൽ പങ്കെടുക്കുന്നവർ, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച അതേ സ്ഥലത്തുള്ളവർ, അങ്ങനെയുള്ളവരുടെ ഭാഗ്യം പറയുവാണ്. എത്രയോ മഹാസൗഭാഗ്യം ചെയ്തിട്ടുണ്ട്. കാര്യം ഇവർ ഹസ്തിനാപുരത്തിലെ സ്ത്രീകളാണ് അല്ലേ? ഹസ്തിനാപുരത്തിലുള്ളവർ പറയുവാണ് മധുരയിലുള്ളവരുടെയും വൃന്ദാവനത്തിലെയും ഒക്കെ ആളുകളുടെ സൗഭാഗ്യം. ഈവൻ ദ്വാരകയിലെയും, യദുകുലം എന്ന് പറയുമ്പോൾ ദ്വാരകയിലും വരുന്നുണ്ട്. കാര്യം കൃഷ്ണൻ അവിടെ എപ്പോഴും ഉണ്ട്. ഇവിടെ ഹസ്തിനാപുരത്തിൽ സ്ഥിരമായിട്ട് കൃഷ്ണനില്ല അല്ലേ? ഇപ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് വന്നു, പാണ്ഡവരെ രക്ഷിച്ചു, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു അസോസിയേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ പ്രകീർത്തിക്കുവാണ് മധുരയിലുള്ളവരെയും, അതേപോലെ ദ്വാരകയിലുള്ളവരെയും വൃന്ദാവനത്തിലുള്ളവരെയും ഒക്കെ. ഇവിടെ മധുര എന്ന് പറയുന്നുള്ളൂ, വൃന്ദാവനം എന്ന് എടുത്ത് പറയുന്നില്ല. പക്ഷേ നമുക്കറിയാം, നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഉപദേശാമൃതത്തിൽ പറയുന്നുണ്ട്, ഹൈറാർക്കി. ശ്രീല രൂപ ഗോസ്വാമി അദ്ദേഹം പറയുന്നു, മധുര എന്ന് പറയുന്നത് വൈകുണ്ഠത്തേക്കാൾ മുകളിലാണ് അതിൻ്റെ സ്ഥാനം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭൗമ വൃന്ദാവനത്തിലുള്ള മധുരയെക്കുറിച്ചാണ് പറയുന്നത്. എത്രമാത്രം സുപ്പീരിയറാണ് വൈകുണ്ഠത്തേക്കാൾ സുപ്പീരിയറാണ് മധുര. അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാര്യം വൈകുണ്ഠം എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ, നാരായണൻ്റെ ധാമം അല്ലേ? അതിനു മുകളിലാണ് ഗോലോക വൃന്ദാവനം. അല്ലെ, ഗോലോക വൃന്ദാവനത്തിൻ്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തുന്നേക്കാൾ മുമ്പ് മധുരയുണ്ട്, അതേപോലെ ജഗന്നാഥപുരിയുണ്ട്, അതിനു മുമ്പായിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അയോധ്യപുരിയുണ്ട് അല്ലേ? അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഗോലോക വൃന്ദാവനം. മധുര തീർച്ചയായിട്ടും വൃന്ദാവനത്തിന് വളരെ അടുത്തുള്ള സ്ഥലമാണ് അല്ലേ? അടുത്ത് തന്നെയാണ്. മധുരയിലാണ് കൃഷ്ണൻ ജനിക്കുന്നത് അല്ലേ? കൃഷ്ണൻ 5000 വർഷം മുമ്പ് ലീല ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം ഇവിടെ അവതരിക്കുന്ന സമയത്ത് അദ്ദേഹം ജനിക്കുന്നു മധുരയിൽ. അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഹൈറാർക്കി പറയുമ്പോൾ ശ്രീല രൂപഗോസ്വാമി പറയുന്നു, വൈകുണ്ഠം ഏറ്റവും ആ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെ, അതിനു മുകളിൽ മധുര,
മധുരയ്ക്ക് മുകളിൽ വൃന്ദാവനത്തിന് മുകളിൽ ഗോവർദ്ധനം, ഗോവർദ്ധനത്തിൻ്റെ മുകളിൽ രാധാകുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള കാര്യം. എല്ലായിടത്തും, ഈ പറയുന്ന എല്ലായിടത്തും ഭഗവാനുണ്ട്. വൈകുണ്ഠത്തിൽ കൃഷ്ണൻ ഇരിക്കുന്നത് നാരായണനായിട്ടാണെന്ന് മാത്രം. എന്നാൽ മധുര മുതൽ പിന്നെ കൃഷ്ണനാണ്, അല്ലേ? അതുകൊണ്ടാണ് ഈ സുപ്പീരിയറിറ്റി വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കിയിൽ മുകളിൽ വരുന്നത്. പിന്നെ അതിലും വെച്ച് മധുരയിൽ പിന്നെ ഭഗവാൻ ജനിച്ചു എന്നേ ഉള്ളൂ, പക്ഷെ ലീലകളെല്ലാം നടക്കുന്നത് വൃന്ദാവനത്തിലാണ്, ഇൻക്ലൂഡിങ് രാസലീലയാണെങ്കിലും ഏത് ലീലയാണെങ്കിലും. അതുകൊണ്ട് അതിൻ്റെ സ്ഥാനം കൂടുതലാണ്. പിന്നെ അതിന് മുകളിലാണ് ഗോവർദ്ധനം എന്ന് പറയുന്നു. കാര്യം കൃഷ്ണൻ ഗോവർദ്ധനം എടുക്കുന്നു, കയ്യിലെടുക്കുന്നു. അതുമാത്രമല്ല, എത്രയോ അധികം ലീലകളുണ്ട് ഗോവർദ്ധന പർവ്വതത്തിലോ അതിന് ചുറ്റുമോ ആ പ്രദേശത്തോ ആയിട്ട്. ഏറ്റവും കൂടുതൽ ലീലകൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഗോവർദ്ധനം. കാര്യം ഗോവർദ്ധനം എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമല്ല, വലിയൊരു സ്ഥലമാണല്ലേ. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഗോവർദ്ധന പരിക്രമ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 21 കിലോമീറ്ററിന് മുകളിലുണ്ട്. ആ ഗോവർദ്ധനത്തിൻ്റെ ഒരു ഭാഗത്താണ് രാധാകുണ്ഡം ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ലീലകൾ ഭഗവാന്റെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഗോവർദ്ധന ലീല. ഗോചരൺ ലീല, പശുക്കളെ കൊണ്ടുപോകുന്ന ലീലകളും രാധാറാണിയുമായിട്ടുള്ള ഒരുപാട് നികുഞ്ചങ്ങളുണ്ട് ഗോവർദ്ധന പർവ്വതത്തിൽ. അവിടെ എല്ലാ ടൈപ്പ് ഓഫ് ലീലകളും നടന്നിട്ടുണ്ട്. സഖ്യരസത്തിലുള്ള ലീലകളും മാധുര്യരസത്തിലുള്ള ലീലകളും ഒക്കെ തന്നെ ഗോവർദ്ധൻ അതിന് കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോവർദ്ധനിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗോവർദ്ധൻ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഹരിദാസ വരിയ എന്നാണ് വിളിക്കുക ഗോവർദ്ധനെ. അതായത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ, ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഗോവർദ്ധൻ. അപ്പോൾ ആ ഒരു സ്ഥാനമാണ് ഗോവർദ്ധനം. അപ്പോൾ വൃന്ദാവനത്തിൽ വെച്ച് ഗോവർദ്ധനത്തിന് സ്ഥാനം കൂടുതലുണ്ട്, അതാണ് പറയുന്നത്. വനത്തേക്കാൾ കൂടുതൽ. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ കുറേ 12 വനങ്ങളുണ്ട്, അല്ലേ? അവിടെ ആ വനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോവർദ്ധൻ്റെ സ്ഥാനം കൂടുതലാണെന്നാണ് രൂപഗോസ്വാമി പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ലീലകൾ കൂടുതൽ നടന്നിട്ടുണ്ട് ഭഗവാന്റെ. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ വനങ്ങളിൽ കൂടുതൽ നടന്നിട്ടുള്ളതും ലീലകളൊക്കെ ഒരുപാട് അസുരന്മാരെ വധിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഗോവർദ്ധൻ്റെ പരിസരത്ത് നടന്നിട്ടുള്ളത് സഖ്യരസത്തിലുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള ലീലകളും ഗോചരൺ ലീല, ഭഗവാൻ പശുക്കളെ മേയ്ക്കുന്ന ലീലകളൊക്കെ നടന്നിട്ടുള്ളത് ഗോവർദ്ധൻ പർവ്വതത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത്. അതിന് മുകളിൽ പിന്നെ സ്ഥാനം വരുന്നത് രാധാകുണ്ടിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ്റെയും രാധാറാണിൻ്റെയും ഒരുപാട് കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരുപാട് ലീലകൾ, അഷ്ടകാലിക ലീലകളിലെ പല ലീലകളും രാധാകുണ്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് രാധാകുണ്ടിൻ്റെ സ്ഥാനം ഏറ്റവും വലിയ സ്ഥാനമാണ് എന്ന് പറയും. വൃന്ദാവനത്തിൽ വെച്ച് ഏറ്റവും ശ്രീല രൂപഗോസ്വാമിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും ആ ഒരു ഉന്നത സ്ഥാനത്തുള്ള, അല്ലെങ്കിൽ റാങ്കിങ് കൂടുതലുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃന്ദാവനം മുഴുവൻ എടുക്കുകയാണെങ്കിൽ ഗോവർദ്ധനും അതിന് മുകളിൽ വരുന്ന രാധാകുണ്ടും, അല്ലെങ്കിൽ രാധാകുണ്ട് ആണ് ഏറ്റവും മുകളിൽ വരുന്നത്. ഗോവർദ്ധൻ്റെ കീഴിൽ തന്നെയാണ് രാധാകുണ്ട് വരുന്നത്. അതുകൊണ്ട് ഗോവർദ്ധനും രാധാകുണ്ടും തമ്മിൽ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. രണ്ടും ഒരുമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത് തന്നെയാണുള്ളത്. അതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ അതിനെക്കുറിച്ച് ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ മധുരയെക്കുറിച്ച് സ്തുതിക്കുകയാണ് ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ. മധുരയെക്കുറിച്ച് പറയുന്നു. അവർ വൃന്ദാവനത്തെക്കുറിച്ചും വൃന്ദാവനത്തെക്കുറിച്ച് പറയുന്ന പോലുമില്ല, സൂചിപ്പിക്കുന്ന പോലുമില്ല. കാര്യം അതിൻ്റെ സ്ഥാനം അപ്പോൾ എന്തായിരിക്കും ചിന്തിച്ചു നോക്കൂ. മധുരാപുരി തന്നെ വലിയൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ വലിയ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഭഗവാൻ അവിടെ ജനിച്ചു. അതുകൊണ്ട് പിന്നീട് ലീലകൾ നടന്നിട്ടുള്ളതും എല്ലാം നടക്കുന്നത് വൃന്ദാവനത്തിലാണ്, അല്ലെ? മധുരയിൽ പിന്നീട് കൃഷ്ണൻ വരുന്നതിന് ശേഷം കംസനെ കൊല്ലുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളാണ് നടക്കുന്നത്. കുറേ വർഷങ്ങൾ അദ്ദേഹം അവിടെ താമസിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് കുറച്ച് ഐശ്വര്യപൂർണമായിട്ടുള്ള ഐശ്വര്യഭാവത്തിലുള്ള ലീലകളാണ് പലതും അവിടെ നടന്നിട്ടുള്ളത്. സാന്ദീപനി മുനിയുടെ അവിടെ ആശ്രമത്തിൽ പോയി പഠിക്കുന്നതൊക്കെ അതൊക്കെ മധുരയിലുള്ള സമയത്ത് അവിടെ നിന്നാണ് പോകുന്നത്, വൃന്ദാവനത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം. എന്നാൽ അതിമനോഹരമായിട്ടുള്ള ലീലകളെല്ലാം നടക്കുന്നത് വൃന്ദാവനത്തിലാണ്. ഇവിടെ
അവർ വൃന്ദാവനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അവർ മധുര എന്ന് പറഞ്ഞ് അവർ അവസാനിപ്പിക്കുകയാണ്. അതിനപ്പുറത്ത് വൃന്ദാവനത്തിലെ വ്രജവാസികളുടെ മഹാസൗഭാഗ്യത്തെക്കുറിച്ച് എന്ത് പറയേണ്ടിയിരിക്കുന്നു എന്നാണ് അല്ലേ. അവരുടെ ഒരു സ്ഥാനം നമുക്ക് ആർക്കും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. രാഗഭക്തി ഉള്ള അല്ലെങ്കിൽ രാഗഭക്തിയുടെ കേന്ദ്ര സ്ഥലമാണ് വൃന്ദാവനം. അവിടെ കൃഷ്ണൻ ഭഗവാനല്ല, അവിടെ കൃഷ്ണൻ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട വ്യക്തിയാണ്. സുഹൃത്താവാം, കാമുകനാവാം, മകനാവാം, ഭാവങ്ങൾ വേറെ, പക്ഷേ അവിടെ ഭഗവത് ഭാവമില്ല. അതാണ് അതിൻ്റെ സ്വീറ്റ്നെസ്സും. ഇവിടെ ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാന്റെ ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്വാ ദേഹം പുനർജന്മ. അല്ലേ, ആ ഒരു ശ്ലോകത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ശീലപ്രഭുപാദി ഇവിടെ പറയുന്നത്. അതായത് ഭഗവാന്റെ ജന്മം, അതേപോലെ ഭഗവാന്റെ തിരോഭാവം, ഇതൊക്കെ അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. സാധാരണ ഒരു മനുഷ്യൻ ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ള പോലെയല്ല. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു. അസ്തമിക്കുന്നതിൻ്റെ അർത്ഥം സൂര്യൻ ഇല്ലാതാവുന്നില്ല. സൂര്യൻ അല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ അസ്തമനമാണ് അല്ലെങ്കിൽ രാത്രിയാണ് അല്ലേ, രാത്രിയാണ്, അതിൻ്റെ അർത്ഥം സൂര്യൻ ഇല്ല എന്നാണോ? അല്ല, സൂര്യൻ ഇപ്പോൾ വേറെ രാജ്യത്ത് അവിടെ പകലാണ് നടക്കുന്നത്, വേറെ ഭാഗങ്ങളിൽ പകലാണുള്ളത്. അപ്പോൾ സൂര്യൻ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. അത് ഇവിടെ ഇരുട്ടാണെന്ന് വിചാരിച്ച സൂര്യൻ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അതേപോലെ ഭഗവാൻ അവതരിക്കുന്നു, അദ്ദേഹം അവതാരവും തിരോഭാവവും ഒക്കെ നടക്കുന്നു. അത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും പോലെയാണ്, അല്ലാതെ നശിച്ചു പോവുകയോ നമ്മുടെ ശരീരം നശിക്കുന്ന പോലെ നശിക്കുന്ന ഒരു സംഭവമല്ല. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ശീലപ്രഭുപാദി എടുത്ത് പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ശരിയായിട്ടുള്ള രീതിയിൽ ഭഗവാന്റെ ജന്മവും ഭഗവാന്റെ ലീലകളും ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും കർമ്മവും ഒക്കെ, കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള ലീലകൾ, അല്ലാതെ നമ്മുടെ ഉദ്ദേശിക്കുന്ന കർമ്മഫലമോ കർമ്മമോ അതല്ല, അത് ഭഗവാൻ അപ്ലിക്കബിൾ അല്ല. കർമ്മം ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റി, അത്രേ. കർമ്മത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒരു അർത്ഥമാണ് ആക്ടിവിറ്റി. എന്താ ആക്ടിവിറ്റി ഉദ്ദേശിക്കുന്നത്? ഭഗവാന്റെ ലീലകൾ. ജന്മകർമ്മ ചമേ ദിവ്യമാണ് കൃഷ്ണൻ്റെ ലീലകളും അദ്ദേഹത്തിൻ്റെ ജന്മവും ഒക്കെ. അതേപോലെ തിരോഭാവമാണെങ്കിലും അതീന്ദ്രിയ തരത്തിലുള്ളതാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ മനുഷ്യരെ പോലെയല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മുക്തി ഉറപ്പാണ്. അതാണ് ഭഗവാൻ പറയുന്നത് അല്ലേ. പിന്നീട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ഒരു ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടി വരില്ല, കൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീതയിൽ. അതാണ് ശീലപ്രഭുപാദി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു ഭാവാർത്ഥത്തിലൂടെ. അപ്പോൾ യദുകുലത്തിൽ ജനിച്ചവരും യദുകുലത്തിലുള്ളവരും വൃന്ദാവനത്തിലുള്ളവരൊന്നും സാധാരണ ആളുകളല്ല. അവർക്ക് കൃഷ്ണലീലയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു. എങ്ങനെ സാധിച്ചു? ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. എങ്ങനെ ആ കാരുണ്യം ലഭിച്ചു? അവരുടെ തപസ്യ കൊണ്ടും അവരുടെ ആത്മാർത്ഥപരമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ കൊണ്ടും. അങ്ങനെയാണ് അവർക്ക് അതിനുള്ള യോഗ്യത കിട്ടുന്നത്. ആ യോഗ്യത കിട്ടുമ്പോൾ അല്ലേ, നമ്മൾ പലതവണ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈവൻ വൃന്ദാവനത്തിലെ വനത്തിലെ ഒരു വള്ളിച്ചെടി ആവണമെങ്കിലും, ഒരു മരമാവണമെങ്കിലും, ഒരു പക്ഷി ആവണമെങ്കിലും, ഒരു പുഷ്പമാവണമെങ്കിലും, നമുക്ക് കൃഷ്ണൻ്റെ ലീലയിൽ പങ്കെടുക്കണമെങ്കിൽ എത്രയോ ജന്മജന്മങ്ങളിലെ തപസ്യ വേണ്ടി വരും. എളുപ്പമല്ല. തപസ്യ എന്ന് പറഞ്ഞാൽ സാധാരണ വെറുതെ തപസ്സിരിക്കുന്നതല്ല, ആഗ്രഹത്തോടു കൂടിയിട്ട് കൃഷ്ണൻ്റെ ലീലയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് തപസ്യ ചെയ്യുന്നവരുടെ കാര്യം പറയുന്നത്. അല്ലാതെ ബ്രഹ്മജ്യോതിയെ തപസ്യ ചെയ്യുന്നവരുടെ കാര്യമല്ല പറയുന്നത്. കൃഷ്ണൻ്റെ ലീലയിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയിട്ട്. അതാണ് രൂപഗോസ്വാമി പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇൻഫാക്ട് രാമാനന്ദറായി പറഞ്ഞത് ശ്രീല രൂപഗോസ്വാമി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇത് കൃഷ്ണപ്രേമം കിട്ടണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗമുള്ളൂ. എന്താണ് മാർഗം? ഒരേ ഒരു കാര്യമുള്ളൂ. അതായത് ലൗല്യം എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ലൗല്യമാണ് പറയുന്നത്. ലൗല്യം എന്ന് ലൗല്യത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്രീഡ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. പക്ഷേ ശീല രൂപഗോസ്വാമി പറയുന്ന ഗ്രീഡ് പോസിറ്റീവ് തരത്തിലുള്ള ഗ്രീഡ്, ഉപദേശാമൃതത്തിലെ ലൗല്യമല്ല. അത് ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നുണ്ട് ലൗല്യം. അത് ഭൗതികമായിട്ടുള്ള സാധനങ്ങളോടുള്ള
ആ ഒരു അഭിനിവേശം, ആർത്തി എന്ന് പറയുന്നത്. പക്ഷേ ഭക്തിയിൽ മുന്നോട്ട് പോകാനും നമുക്ക് ആ ഒരു ഗ്രീഡ് വേണം, ആർത്തി അല്ലെങ്കിൽ അഭിനിവേശം. അതില്ലാതെ പറ്റില്ല. എനിക്ക് വേണം, ഗോലോക വൃന്ദാവനമാണ് എൻ്റെ ലക്ഷ്യം, ശുദ്ധഭക്തനാവണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ ഒരു ലൗല്യത്തെക്കുറിച്ചാണ് ശ്രീല റൂപ ഗോസ്വാമി പറയുന്നത്. അപ്പോൾ കൃഷ്ണപ്രേമം പർച്ചേസ് ചെയ്യാൻ മാർക്കറ്റിൽ കിട്ടില്ല. പക്ഷേ ശ്രീല റൂപ ഗോസ്വാമി പറയുന്നു പർച്ചേസ് ചെയ്യാനുള്ള വകുപ്പ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള സാധനം എന്താണ്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്? കൃഷ്ണപ്രേമം, ഭഗവാനിൽ നിന്ന് അതിനോടുള്ള ലൗല്യം എന്ന് എടുത്തു പറയുന്നു. ആ ഒരു ഇൻറ്റൻസിഫൈഡ് ഗ്രീഡ്, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭഗവാനെ വേണം, ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണം, ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കണം, കൃഷ്ണപ്രേമം വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം, എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് റിസൾട്ട് വരുന്നത്. അങ്ങനെയാണ് ഇവർക്കൊക്കെ അവസരം കിട്ടുന്നത്. അല്ലാതെ എളുപ്പത്തിൽ കിട്ടുന്നതല്ല, അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണലീലയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ദേവീ ദേവന്മാർ പോലും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കും എളുപ്പത്തിൽ സാധിക്കില്ല. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള ക്വാളിഫിക്കേഷൻ ആവുമ്പോൾ ഭഗവാൻ തരുന്നു. അതാണ്. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യത്തെ ആസ്പദമാക്കിയിട്ടാണ്, അല്ലാതെ കിട്ടില്ല. ഭഗവാന്റെ കാരുണ്യം, ഗുരുജനങ്ങളുടെ കാരുണ്യം, ഭഗവാന്റെ കാരുണ്യവും ഗുരുവിൻ്റെ കാരുണ്യവും തമ്മിൽ കണക്ഷനുണ്ട്, അല്ലേ? ഭഗവാൻ അല്ലെങ്കിൽ ഭക്തരുടെ കാരുണ്യം, വൈഷ്ണവരുടെ കാരുണ്യം എന്ന് പറയുന്നത് ഭഗവാനാണ് അതിനൊരു അവസരം ഉണ്ടാക്കി തരുന്നത്. വൈഷ്ണവരെ കാണുവാനും വൈഷ്ണവരുമായിട്ട് നമുക്ക് സത്സംഗം കൂടാനുമുള്ള മഹാസൗഭാഗ്യം തരുന്നത്, വൈഷ്ണവരെ സേവിക്കാനുള്ള അവസരം തരുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ കാരുണ്യം മാറ്റി നിർത്താൻ സാധിക്കില്ല. അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യമാണ് എല്ലാത്തിൻ്റെയും ബേസ്. പിന്നെ ആ കാരുണ്യം പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഗുരുവിലൂടെ ആവാം, ഭാഗവതത്തിലൂടെ ആവാം, നാമത്തിലൂടെ ആവാം, പല രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ എല്ലാത്തിൻ്റെയും ഉറവിടം അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ മഹാകാരുണ്യം അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല, അതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ യദുകുലത്തിലെ ആളുകളെ, യദുകുലത്തിലുള്ള ഭഗവാന്റെ കൂടെ ലീലയിൽ പങ്കെടുത്തവരെക്കുറിച്ച് പറയുന്നു. അതേപോലെ മധുരയെക്കുറിച്ചും പ്രകീർത്തിക്കുന്നു ഈ ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ. ഓക്കെ, അടുത്ത ശ്ലോകത്തിൽ നമുക്ക് സ്തുതി കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വീണ്ടും പറയുന്നു, അഹോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അഹോ ബതാസ്വർ യശസാസ്ത്രിയാക്ഷരി കുശസ്ഥലി പുണ്യ യശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷ്ടിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജ. അഹോ ബതാസ്വർ യശസസ്തിരാക്ഷരി കൗശാസ്ഥലി പുണ്യ യശാസ്കരി ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷ്ടിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജ. അഹോ ബതാസ്വർ യശസസ്തിരാക്ഷരി കുശാസ്ഥലി പുണ്യയശസ്കരി ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹോ ബതസ്വർ യശസത് തിരസ്കരി കുശസ്ഥലി പുണ്യ യശസ്കരി ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
അഹോ ബദസ്വർജസസ്തിരസ്കരീ കുശസ്ഥലീ പുണ്യേശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതി സ്മയത് പ്രജാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഹോബദസ്വര്യ യശസ്സിരസ്കരി കുശസ്ഥലീ പുണ്യയശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജഃ. ഹരേ കൃഷ്ണ. അഹോ ഹരേ കൃഷ്ണ. അഹോ ബദസ്വർ യശസസ്തിരസ്കരി ഉഷസ്ഥലീ പുണ്യ യശസ്കരീ ഭുവഃ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാഃ. ഹരേ കൃഷ്ണ. അഹോ ബദസ്വർ യശസ്തിരസ്കരീ കുശസ്ഥലീ പുണ്യയശസ്കരീ ഭുവഃ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓപദസ്വര്യ സ്വസസ്തിരസ്കരി കുശസ്ഥലീ പുണ്യയശസ്കരീ ഭുവഃ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അഹോബദസ്വർ യശസസ്തിരസ്കരി കുശസ്ഥലീ പുണ്യയശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാഃ. ഹരേ കൃഷ്ണ. ഹരേ പ്രഭുജി. അഹോബദസ്വർ യശസസ്തിരസ്കരി കുശസ്ഥലീ പുണ്യയശസ്കരീ ഭുവഃ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതി സ്മയത് പ്രജാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വായിക്കൂ. ശ്രീലപ്രഭുവാദ് കി ജയ്. ദ്വാരക സ്വർലോകങ്ങളുടെ യശസ്സിനെ പിന്തള്ളുകയും അപ്രകാരം ഭൂമിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തത് നിസ്സംശയം അതിശയകരമാകുന്നു. ദ്വാരകയിലെ നിവാസികൾ എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവിനെ, ശ്രീകൃഷ്ണനെ പ്രേമയുത ഭാവത്തോടെ സദാ ദർശിക്കുന്നു. അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ അവരെ കടാക്ഷിക്കുകയും വശ്യമനോഹരമായ മന്ദസ്മിതം തൂകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, വായു എന്നിവരെ പോലെയുള്ള ദേവന്മാരാണ് സ്വർഗലോകവാസികൾ. ഈശ്വരഭക്തരായ ആത്മാക്കൾ ഭൂമിയിൽ നിരവധി ധർമ്മപ്രവർത്തനങ്ങൾ നിർവഹിക്കുകയാൽ മരണാനന്തരം ഇവിടെ എത്തിച്ചേരുന്നു. ഉന്നത ഗ്രഹ സമൂഹങ്ങളിൽ സമയക്രമീകരണം ഭൂമിയുടേതിൽ നിന്നും തികച്ചും വിഭിന്നമാണെന്ന് ആധുനിക ശാസ്ത്രജ്ഞരും അംഗീകരിച്ചിരിക്കുന്നു. അപ്രകാരം അവിടെ ജീവന്റെ ആയുസ് 10,000 വർഷങ്ങളാണെന്ന് നമ്മുടെ ഗണിതപ്രകാരം ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയിലെ 6 മാസം സ്വർഗലോകങ്ങളിലെ ഒരു ദിനമാകുന്നു. അതേപോലെ ആസ്വാദനത്തിനുള്ള സൗകര്യങ്ങളും അധികമാകുന്നു. മാത്രവുമല്ല അവിടുത്തെ നിവാസികളുടെ സൗന്ദര്യം അഭൗമമാണ്. ഭുവനത്തിലെ ജീവിതത്തെക്കാൾ 10 മടങ്ങ് മേൽത്തരമായ ജീവിത സൗകര്യങ്ങൾ ലഭ്യമാകുന്നു എന്ന് കേട്ടറിവുള്ളതിനാൽ ഭൂമിയിൽ വസിക്കുന്ന സാധാരണക്കാർ സ്വർഗലോകങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. ബഹിരാകാശ പേടകങ്ങളുടെ സഹായത്താൽ ഇപ്പോൾ അവർ ചന്ദ്രനിൽ എത്തിച്ചേരാൻ പരിശ്രമിക്കുന്നു. ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ സ്വർഗലോകങ്ങൾ ഭൂമിയേക്കാൾ അധികതരം വിശ്രുതമാകുന്നു. എന്നാൽ ഭൂമിയുടെ കീർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ രാജാവായി വാണിരുന്ന ദ്വാരകയാൽ സ്വർഗലോകങ്ങളുടെ യശസ്സിനെ നിഷ്പ്രഭമാക്കി. പ്രപഞ്ചത്തിലെ പ്രശസ്ത ഗ്രഹങ്ങളെക്കാൾ അധികം പ്രാധാന്യം അർഹിക്കുന്ന 3 സ്ഥലങ്ങളാണ് വൃന്ദാവനം, ദ്വാരക, മഥുര എന്നിവ. ഈ സ്ഥലങ്ങളൊക്കെ ചിരസ്ഥായിയായി പവിത്രീകരിക്കപ്പെട്ടവയാകുന്നു. എന്തെന്നാൽ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോഴൊക്കെ തന്റെ അതീന്ദ്രിയ ലീലകളെല്ലാം പ്രദർശിപ്പിച്ചത് വിശേഷിച്ചും ഈ 3 സ്ഥലങ്ങളിലാണ്. അവ ചിരന്തനമായി ഭഗവാന്റെ പുണ്യസ്ഥലങ്ങളാവുന്നു. വർത്തമാനകാലത്ത് ഭഗവാൻ അവരുടെ ദൃഷ്ടിപഥത്തിന് അതീതനാണെങ്കിലും അവിടെ നിവാസികൾ ഇപ്പോഴും ആ പുണ്യസ്ഥലങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. സർവ്വ ജീവാത്മാക്കളുടെയും ആത്മാവ് അദ്ദേഹമാകുന്നു. മാത്രവുമല്ല എല്ലാ ജീവാത്മാക്കളും അവരുടെ വ്യവസ്ഥാപിത അവസ്ഥയിൽ സ്ഥിതി ചെയ്യണമെന്നും അപ്രകാരം അദ്ദേഹത്തിന്റെ സംസർഗത്തിലുള്ള അതീന്ദ്രിയ ജീവിതത്തിൽ പങ്കുചേരണമെന്നും ഭഗവാൻ ഇച്ഛിക്കുന്നു. അദ്ദേഹത്തിന്റെ ആകർഷക ഭാവവും മധുര മന്ദസ്മിതവും ഏവരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നു. അപ്രകാരം സംഭവിക്കുന്ന ഉടൻ തന്നെ ജീവാത്മാക്കൾ പുനർജന്മമെന്ന ദോഷമില്ലാത്ത ദൈവരാജ്യത്തിൽ ഭഗവത് ധാമത്തിൽ പ്രവേശിക്കുന്നുവെന്ന് ഭഗവത്ഗീതയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. അടുത്ത ആരെങ്കിലും വായിച്ചിട്ട്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഭൗതിക ആസ്വാദനങ്ങൾക്ക് ഉതകുന്ന വിധം മേൽത്തരം സൗകര്യങ്ങൾ നൽകുവാൻ വിഖ്യാതമാണ് സ്വർഗലോകങ്ങൾ. എന്നാൽ നാം ഭഗവത്ഗീതയിൽ 9:20-21 അഭ്യസിച്ചത് എന്തെന്നാൽ പ്രാപ്തമാക്കിയ പുണ്യം ക്ഷയിക്കുന്നയുടൻ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടതായി വരുന്നു. സ്വർഗലോകങ്ങളേക്കാൾ പ്രാധാന്യം ദ്വാരക അർഹിക്കുന്നു. എന്തെന്നാൽ ഭഗവാന്റെ മന്ദസ്മിതം നൽകിയ കടാക്ഷത്താൽ അനുഗ്രഹീതരായ ആരും തന്നെ ക്ലേശഭരിതമെന്ന് സ്വയം ഭഗവാനാൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ ദൂഷിതമായ ഭൂമിയിലേക്ക് ഒരിക്കലും മടങ്ങി വരുന്നില്ല. ഈ ഭുവനം മാത്രമല്ല, പ്രപഞ്ചത്തിലെ സർവ്വലോകങ്ങളും ദുരിതപൂരിതമായ സ്ഥലങ്ങളാകുന്നു. എന്തെന്നാൽ പ്രപഞ്ചത്തിനുള്ളിലെ ഒരു ലോകത്തിലും ശാശ്വതമായ ജീവിതം, നിത്യമായ പരമാനന്ദം, സ്ഥായിയായ ജ്ഞാനം എന്നിവയില്ല. ഭഗവത് ഭക്തിയുടെ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഒരാളെ മുകളിൽ പ്രസ്താവിച്ച 3 സ്ഥലങ്ങളിൽ, അതായത് ദ്വാരക, വൃന്ദാവനം, മധുര എന്നിവിടങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വസിക്കുവാൻ താമസിച്ച് ഭക്തിയുടെ സേവന പ്രവർത്തനത്തിൽ നിരതനാകുവാൻ നിർദ്ദേശിക്കുന്നു. എന്തെന്നാൽ ഈ 3 സ്ഥലങ്ങളിലും വെച്ച് നിർവഹിക്കപ്പെടുന്ന ഭക്തിയുടെ സേവനം വർദ്ധമാനമാകുന്നുവെന്ന് മാത്രമല്ല, ഈ സ്ഥലങ്ങളിൽ ചെന്ന് വസിക്കുകയും ധർമ്മശാസ്ത്രങ്ങളിലെ നിർദ്ദേശക തത്വങ്ങൾ അനുവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരവേളയിൽ ഭഗവത് സാമീപ്യത്തിൽ ലഭ്യമായിരുന്ന അതേ ഫലം പ്രാപ്തമാകുന്നു. അദ്ദേഹത്തിന്റെ ധാമവും അദ്ദേഹവും അഭിന്നരാണ്. മാത്രമല്ല, ഇന്ന് ഒരു ശുദ്ധ ഭക്തൻ മറ്റൊരു അനുഭവസ്ഥ ഭക്തന്റെ മാർഗനിർദ്ദേശത്തിൽ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുകയാൽ എല്ലാവിധ ഗുണങ്ങളും അതേ വിധത്തിൽ തന്നെ പ്രാപ്തമാകുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ കണ്ടിന്യൂ ചെയ്യുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ മധുരാപുരിയെക്കുറിച്ചും പിന്നെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? യദുകുലത്തിൽ ജനിച്ചവരുടെ മഹാസൗഭാഗ്യം. 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ. യദുകുലത്തിലെ ആളുകളെ പ്രകീർത്തിച്ചു, കൂട്ടത്തിൽ മധുരാപുരിയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ പറയുന്നു ദ്വാരകാപുരിയെക്കുറിച്ച്. ദ്വാരകാപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗലോകങ്ങളെക്കാൾ മുകളിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം സ്വർഗലോകത്തേക്കാൾ മുകളിലാണ് എന്നുള്ളത് പറയുവാണ് ഇവിടെ. പിന്നെ ദ്വാരകാപുരി അങ്ങനെയാണെങ്കിൽ ദ്വാരകാപുരിയിൽ വസിക്കുന്നവരുടെ കാര്യമോ, അവരുടെ മഹാസൗഭാഗ്യമൊന്ന് ആലോചിച്ചു നോക്കൂ. എന്ത് മഹാസൗഭാഗ്യമാണ്, അല്ലെങ്കിൽ എത്ര ഭാഗ്യം ചെയ്തിട്ടുണ്ട് അവർ എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. കാര്യം ഭഗവാനെ കാണുന്നു, ഭഗവാന്റെ കൂടെ ലീലയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ മന്ദസ്മിതം തൂകിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ചിരിയും, അദ്ദേഹത്തിൻ്റെ ആ നോട്ടവും, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഘവും ഒക്കെ ഇവർക്ക് ലഭിക്കുന്നു. അതിമനോഹരം അല്ലേ? അപ്പോൾ അവർ സാധാരണ വ്യക്തികളല്ല, പുണ്യാത്മാക്കളാണ്. പുണ്യം എന്ന് പറഞ്ഞാൽ സാധാരണ പുണ്യമല്ല, ഭക്തിയുടെ പുണ്യം, അല്ലെങ്കിൽ ഭക്തിയുള്ളത്. കാരണം അവരൊക്കെ ഭക്തരായതുകൊണ്ട് അവർക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ കമ്പയർ ചെയ്യുവാണ് ഹസ്തിനാപുരത്തിലുള്ളവർ, അതായത് അവർക്ക് കിട്ടിയേക്കാൾ എത്രയോ സൗഭാഗ്യമുണ്ട് മധുരയിലുള്ളവർ. അതിൻ്റെ അർത്ഥം ഒരു അസൂയ ആയിട്ടല്ല പറയുന്നത്. അവർ പറയുന്നത് അസൂയ കൊണ്ടല്ല പറയുന്നത്, അത് മനസ്സിലാക്കണം. മോശമായിട്ടല്ല പറയുന്നത്, സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു പാഠമാണ് നമുക്ക്. കാര്യം എത്രയോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് അവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ ചിലപ്പോൾ ഒരാളെ ഒന്ന് പ്രകീർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുകഴ്ത്താൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ പുകഴ്ത്തും. ആ പുകഴ്ത്തുമ്പോൾ ഉള്ളിലുണ്ടാവുന്നത് പക്ഷേ അദ്ദേഹത്തോട്, ആ വ്യക്തിയോട് അസൂയായിരിക്കും. പുറമേക്ക് പുകഴ്ത്തുന്നു, ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത്? ഇഷ്ടമല്ല നമുക്ക്, അല്ലേ? അയാൾ നന്നാവുന്നത് ഇഷ്ടമല്ല. പക്ഷെ പുറമേക്ക് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി നമ്മൾ പറയും ഓഹോഹോ സംഭവമാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല ഇത്. ഇവിടെ അവർ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഈ ശ്ലോകങ്ങൾ. അവർ പറയുകയാണ് എത്രയോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് അവർ, നമുക്കതിനുള്ള യോഗ്യതയില്ല എന്ന് അവർ പറയുന്നു. അത് ആത്മാർത്ഥപരമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അസൂയ കൊണ്ടല്ല പറയുന്നത്. ഭൗതിക ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി പറയും, പക്ഷെ ഉള്ളിൽ അസൂയ മാത്രമായിരിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് നല്ല സ്ഥാനമായിരിക്കും, അല്ലെങ്കിൽ നല്ല വല്ല പേര് പ്രശസ്തിയായിരിക്കാം, ഒരുപാട് പൈസയായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ, നല്ല ജോലിയായിരിക്കാം, പക്ഷെ ഉള്ളിൽ വിഷമമായിരിക്കും. വിഷമം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷമം? നശിച്ചു പോട്ടെ,
എന്നുള്ളൊരു ഭാവം കഷ്ടമാണ് അല്ലേ? ഇവിടുത്തെ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നോക്കുവാണെങ്കിൽ കാര്യം പരിശുദ്ധി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അനർത്ഥങ്ങളാണ് മുഴുവനും. എല്ലാം തലതിരിഞ്ഞേ ചിന്തിക്കുകയുള്ളൂ. സ്വന്തം സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ ക്ഷേമം നോക്കുന്നില്ല. ശില രാധാന സ്വാമി മഹാരാജ് അദ്ദേഹം ക്ലാസ്സുകളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഭക്തൻ ഭക്തിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തിക്ക് മറ്റുള്ള വൈഷ്ണവർ അവർ ഭക്തിയിൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ആത്മാർത്ഥപരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് ഹൃദയത്തിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് നമുക്ക് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയയാണ് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെവിടെയും എത്തിയിട്ടില്ല. ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും കൃഷ്ണാവബോധത്തിൽ വന്നതിന് ശേഷം, 20 വർഷമായിട്ടുണ്ടാവും, 50 വർഷമായിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്ക് വിഷമം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അസൂയ തോന്നുകയാണെങ്കിൽ അതിനർത്ഥം നമ്മളെവിടെയും എത്തിയിട്ടില്ല എന്നാണ്. നമ്മളിപ്പോഴും ശിശുക്കളാണ് ഭക്തിയിൽ. ഈ ഒരു കാര്യം ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. ഉടനീളം ചൈതന്യ ചരിതാമൃതത്തിൽ ഒരു ഭക്തനെക്കുറിച്ച് പറയുവാണെങ്കിൽ എത്രയോ ആളുകളാണ് അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ആ ഗ്ലോറിഫിക്കേഷൻ സാധാരണ വെറുതെ എക്സ്റ്റേണലി അല്ലെങ്കിൽ വെറുതെ പേരിന് ചെയ്യുന്നതല്ല, അവർ ഉള്ളുകൊണ്ട് പ്രകീർത്തിക്കുന്നു. മഹാപ്രഭുവും ചെയ്യുന്നത് കാണാം, മറ്റുള്ള ഭക്തരും ചെയ്യുന്നത് കാണാം. അതിമനോഹരമാണ്. അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് അല്ലേ? എപ്പോഴും പറയുന്ന പോലെ ഒരു വൈഷ്ണവൻ എങ്ങനെയായിരിക്കണമെന്ന് മഹാപ്രഭുവിൻ്റെ പാർഷദരുടെയും കഥ അല്ലെങ്കിൽ ആ ഒരു ലീലകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയായിരിക്കണം ഒരു വൈഷ്ണവനെന്ന്. ശരിക്കും പഠിക്കാൻ സാധിക്കും. ഓരോ ഭക്തരുടെയും സക്സസ്സിൽ അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ കാരുണ്യം ഒരു ഭക്തൻ്റെ മുകളിൽ വരുവാണെങ്കിൽ അത് കണ്ട് അവർക്ക് എത്ര സന്തോഷമാണെന്നറിയും. മഹാപ്രകാശ് ലീല തന്നെ എടുത്താൽ മതി, അത് ചെറിയൊരു ഉദാഹരണം. അതേപോലെ ഒരുപാട് സെക്ഷനിലുണ്ട്. മഹാപ്രകാശ് ലീലയിൽ പലവരെയും മഹാപ്രഭു വിളിക്കുന്നുണ്ട് അല്ലേ? ആദ്യം കഴിഞ്ഞ ദിവസം മഹാപ്രകാശ് ലീല നമ്മളന്ന് ഇരിഞ്ഞാലക്കുട സത്സംഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. മഹാപ്രകാശ് ലീലയിൽ നമ്മൾ ആദ്യം ദുഃഖി എന്ന് പറയുന്ന ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന സ്ത്രീ, അവർക്ക് കൃഷ്ണപ്രേമം കൊടുക്കുകയാണ് മഹാപ്രഭു ഫ്രീ ആയി. എല്ലാവർക്കും സന്തോഷമായി, ആരും ചോദിച്ചില്ല അവർക്ക് എന്ത് ക്വാളിഫിക്കേഷനാണുള്ളത്, എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് കൃഷ്ണപ്രേമം, ഒരു ചോദ്യവുമില്ല. പക്ഷേ ആ ദുഃഖിയെ എല്ലാവരും പ്രകീർത്തിക്കുകയാണ്. അതേപോലെ തന്നെ കോലവേച്ച ശ്രീധരൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ സ്തുതിക്കുമ്പോൾ മഹാപ്രഭു സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ജയ് 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 എന്ന് പറയും കൂടെ. ആ ജയ് ജയ് പറയുന്നത് എന്താണ്? അവർക്ക് സന്തോഷം കൊണ്ട്. കാര്യം വേറെ ഒരാൾക്ക് ഭഗവാന്റെ കാരുണ്യം കൂടുതൽ കിട്ടുന്നത് കാണുമ്പോൾ സന്തോഷമാണ് വേണ്ടത്. അതാണ് ഒരു ഭക്തൻ. അങ്ങനെയായിരിക്കണം ഭക്തൻ. എനിക്ക് കിട്ടേണ്ട അവസരം അയാൾക്ക് പോയി, എൻ്റെ വീട്ടിൽ താമസിക്കേണ്ടായിരുന്നു ആ വൈഷ്ണവൻ, പക്ഷേ അവസാനം എന്തോ പ്ലാനിങ് മാറി അവസാനം എൻ്റെ വീട്ടിൽ താമസിക്കുന്നതിന് പകരം വേറെ വീട്ടിൽ താമസിച്ചു, നഷ്ടമായി, വിഷമമായി അപ്പോഴേക്കും. എന്നാൽ ആ വ്യക്തിക്ക് കിട്ടിയ സൗഭാഗ്യത്തെ നമ്മൾ അല്ലെങ്കിൽ മറ്റേ വ്യക്തിക്ക് കിട്ടിയ ഇങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതൊരു വിഷമം തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു മറ്റുള്ളവരുടെ ഉയർച്ചയിലോ മറ്റുള്ളവർക്ക് കൂടുതൽ കാരുണ്യം കിട്ടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ കൂടുതൽ വൈഷ്ണവ സേവ ചെയ്യുവാനുള്ള അവസരം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊരു അസൂയ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെവിടെയും എത്തിയിട്ടില്ല. എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് ശിലപ്രഭാജിയുടെ ശിഷ്യരും പറയുന്ന പോലെ എപ്പോഴും നമുക്കൊരു ധാരണ വേണം, നമ്മൾ ആരുമല്ല, നമ്മളെവിടെ എത്തിയിട്ടില്ല, നമ്മളെക്കാൾ ഉയർന്ന തലത്തിലാണ് മറ്റുള്ളവരെല്ലാവരും എന്നുള്ള ഭാവം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ സംഭവമാണ്, ഞാൻ വലിയ ഭക്തനാണ്,
ഞാൻ കൂടുതൽ നാമം ജപിക്കുന്നു, കൂടുതൽ പ്രചരണം ചെയ്യുന്നു, കൂടുതൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നു, കൂടുതൽ ഫാൻസ് ഉണ്ട്, യൂട്യൂബിൽ ചാനലുണ്ട്, ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. കയ്യടി കിട്ടുമായിരിക്കും, ഭഗവാന് കിട്ടില്ല. ഭഗവാനെ നമുക്ക് ലഭിക്കണമെങ്കിൽ നിസ്വാർത്ഥമായിരിക്കണം, വിനയം വേണം, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കണം, അല്ലാതെ അസൂയയല്ല. അസൂയ എന്ന് പറയുന്നതിന് അവിടെ എൻട്രി തന്നെയില്ല, അല്ലേ? നമ്മളെപ്പോഴും പറയും അസൂയക്ക് NV എന്ന് പറയുന്നതിന് NV, നോ വേക്കൻസി എന്ന് പറയും. NVയുടെ സ്പെല്ലിംഗ് ENVI ആണെങ്കിലും പലപ്പോഴും നമ്മൾ NV എന്ന് പറയുമ്പോൾ ലെറ്റർ Nഉം Vയും, നോ വേക്കൻസി ടു വൈകുണ്ഠ ഓർ നോ വേക്കൻസി ടു ഗോലക് വൃന്ദാവൻ ഇഫ് വി ഹാവ് NV. അതായത് അസൂയ ഉണ്ടെങ്കിൽ, അസൂയ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ഭക്തരിൽ അസൂയ, ഭഗവാന്റെ മുകളിൽ അസൂയ തോന്നുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഭഗവാൻ തന്നെ ചില ശ്ലോകങ്ങളിൽ പറയും അസൂയ കൂടാതെ ഭഗവാനോട് അസൂയ തോന്നുക എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഒന്ന്, ഭഗവാന് എന്തുകൊണ്ട് എല്ലാം ഭഗവാന് മാത്രം, അദ്ദേഹത്തിന് എല്ലാം എൻജോയ് ചെയ്യാം, നമുക്കത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല, അതൊരു അസൂയാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ഭഗവാന് രാസലീല ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഭഗവാന് 16,108 രാജ്ഞിമാരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് എന്തുകൊണ്ട് 10 പേരെ കല്യാണം കഴിച്ചുകൂടാ? അസൂയയാണ്. കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആരായിട്ടാണ്? ഭഗവാനായിട്ട്. അത് ഡയറക്റ്റായിട്ടുള്ള അസൂയ. ഭഗവാൻ മാത്രം എൻജോയ് ചെയ്താൽ പോരാ, ഞാനും എൻജോയ് ചെയ്യണം. അതൊരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി ഭഗവാനോട് തോന്നുന്ന അസൂയ എന്ന് പറയുമ്പോൾ രണ്ടാമത് നമുക്ക് ചിന്തിക്കാവുന്നത് ഭഗവാന്റെ ഭക്തരോട് തോന്നുന്ന അസൂയയും ഭഗവാനോട് നേരിട്ട് തോന്നുന്ന അസൂയയും പോലെ തന്നെയാണ്, വ്യത്യാസമില്ല. ഇപ്പോൾ നമുക്ക് ഭക്തരുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, ഭക്തരുമായിട്ട് നമുക്ക് ഇതുപോലെ അസൂയ ഉണ്ടെങ്കിൽ, അതും ആക്ച്വലി ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പോയിൻറ്റിങ് ടുവേർഡ്സ് കൃഷ്ണ ഓൺലി. അല്ലെങ്കിൽ ആ ഒരു NV എന്ന് പറയുന്നത് ഭഗവാനോട് തോന്നുന്ന പോലെ തന്നെയാണ് ഭക്തരോട് തോന്നുന്നത്. ഇത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ദ്വാരകാവാസികളെ പ്രകീർത്തിക്കുന്നു ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവരെക്കുറിച്ച് പ്രകീർത്തിക്കുന്നു. ഇവിടെ ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, സ്വർഗലോകം എന്ന് പറയുന്നത് ഇന്ദ്രനും ചന്ദ്രനും വരുണദേവനും വായുദേവനൊക്കെ താമസിക്കുന്ന സ്ഥലം തീർച്ചയായിട്ടും ഭൂമിയേക്കാൾ വലിയൊരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ, അതായത് അവിടുത്തെ ഐശ്വര്യം നോക്കുവാണെങ്കിൽ, അവിടുത്തെ സുഖസൗകര്യങ്ങൾ നോക്കുവാണെങ്കിൽ, അവിടുത്തെ ആയുസ് നോക്കുവാണെങ്കിൽ, അസുഖങ്ങളില്ല, ആയുസ് കൂടുതലാണ്, സൗന്ദര്യം കൂടുതലാണ് അവിടെയുള്ളവർക്ക്. സുഖഭോഗങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗത്തിന് നല്ല സ്ഥലമാണ്. വളരെ ഭംഗിയാണ് സ്ഥലങ്ങൾക്കും ആളുകളെ കാണാനും ഭംഗി. എല്ലാവരും സൗന്ദര്യമുള്ളവരാണ്, അതിമനോഹരമാണ് അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ നോക്കുകയാണെങ്കിൽ 10,000 അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ അവർക്ക് ജീവിക്കാനുള്ള ആയുസ്സുണ്ട്. നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് 50 അല്ലെങ്കിൽ 70 വയസ്സ് 80 വയസ്സല്ല ആവറേജ്. പിന്നെ അവിടുത്തെ 6 മാസം അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ 6 മാസം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ദിവസം മാത്രമാണ്. അപ്പോൾ ഡ്യൂറേഷനും കൂടുതലാണ്. അപ്പോൾ എൻജോയ്മെൻറ്റിന് പറ്റിയ സ്ഥലമാണ് ഉപരിലോകങ്ങൾ, സ്വർഗലോകങ്ങൾ. പക്ഷേ ഇവിടെ സ്വർഗലോകത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ദ്വാരകാപുരിയെ സ്വർഗലോകത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാണ് സ്ഥാനം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദ്വാരകാപുരിയിലാണ് ഭഗവാൻ കൃഷ്ണൻ ലീലകൾ ചെയ്തത്. ഇപ്പോൾ ദ്വാരകയാണെങ്കിലും മധുരയാണെങ്കിലും വൃന്ദാവനമാണെങ്കിലും ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ 2 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. എന്താണ് പറയുന്നത്? വൃന്ദാവനം, മധുര, ദ്വാരകയെന്ന് പറയുന്നത് അതായത് ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ എടുക്കുകയാണെങ്കിൽ ഈ ബ്രഹ്മാണ്ഡത്തിൽ വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും വലിയ പുണ്യസ്ഥലങ്ങളാണ് വൃന്ദാവനം, മധുരയും ദ്വാരകയും ഒക്കെ. കാരണം എന്താണ്? പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ നേരിട്ട് അദ്ദേഹം അവിടെ അവതാരം എടുത്ത് വന്ന സമയത്ത് നേരിട്ട് അദ്ദേഹം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ലീലകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലം അവിടെ താമസിച്ച് ഒരുപാട് ലീലകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ആണ് ഈ സ്ഥലങ്ങളെല്ലാം ഫേമസ് ആകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ധാമമായി മാറുന്നു. ഇതെല്ലാം ധാമാണ്, വൃന്ദാവൻ ധാം,
മധുരാധാം, ദ്വാരകാധാം, അല്ലേ? അതിമനോഹരം. അപ്പോൾ ഈ ധാമുകളുടെ സ്ഥാനം സ്വർഗലോകത്തേക്കാൾ വലിയതാണ്, ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. കാര്യം സ്വർഗലോകത്തിലുള്ള ഇന്ദ്രദേവനും ചന്ദ്രദേവനും ഒക്കെ ആഗ്രഹിക്കുവാണ് ഈ ധാമുകളിൽ കൃഷ്ണൻ ലീലകൾ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വൃന്ദാവനത്തിലോ മധുരയിലോ ദ്വാരകയിലോ ഒക്കെ വന്ന് ലീലകളിൽ പങ്കെടുക്കാൻ. ശരിക്കും പറയുകയാണെങ്കിൽ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ദ്വാരകയിലുള്ള അതേപോലെ മധുരയിലും ദ്വാരകയിലും ഒക്കെ ഉള്ള പലവരും, ഒരുപാട് പേര് ഇതുപോലെ ഉപരിലോകങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടി, അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് കുറേ പേര് സ്വർഗലോകങ്ങളിൽ നിന്നൊക്കെ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയവരുമുണ്ട്. അതും എടുത്തു പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല, കിട്ടിയവരുമുണ്ട്. എന്നിട്ട് പറയുന്നു, ഭഗവാന്റെ തിരോഭാവത്തിൻ്റെ സമയത്ത് അവരെല്ലാവരും തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. കാര്യം ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അവർ പലവരും. ഉദാഹരണത്തിന് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, ഗജേന്ദ്രൻ്റെ ലീലയിൽ ഗജേന്ദ്രനും അതേപോലെ ആ അല്ലേ, മുതലയും ഗജേന്ദ്രനും തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. അപ്പോൾ ആ മുതല എന്ന് പറയുന്നത് ഇതേപോലെ ഉപരിലോകങ്ങളിൽ സ്വർഗലോകത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗന്ധർവനോ ആണ്. അപ്പോൾ അദ്ദേഹം തിരിച്ച് എവിടേക്കാണ് പോകുന്നത്? വിഷ്ണുവിനെ കാണുന്നുണ്ട്, മുക്തി കിട്ടുന്നുണ്ട്. ആദ്യം മുക്തി കിട്ടുന്നത് മുതലയ്ക്കാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. എവിടെയായിരുന്നു അദ്ദേഹം, എവിടെ നിന്ന് ശാപം കിട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, അതേ സ്ഥാനം തിരിച്ചു പോകുന്നു, അങ്ങോട്ട് പോകുന്നു. എന്നാൽ ഗജേന്ദ്രൻ നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ വിഷ്ണു കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ നളകുബേരന്മാരുടെ കഥ എടുക്കുവാണെങ്കിൽ, അല്ലേ, ദാമോദരൻ, ഭഗവാൻ കൃഷ്ണൻ ആ ധാംബന്ധൻ ലീലയിൽ അവസാനം ഈ അർജുന മരങ്ങളിൽ നിന്ന് ഇവർ രണ്ടുപേരും വരുന്നു, കുബേരൻ്റെ മക്കൾ, അല്ലേ, അവർ രണ്ടുപേരും തിരിച്ച് ഉപരിലോകങ്ങളിലേക്ക് പോയി എന്നും പറയുന്നുണ്ട്. പക്ഷേ ശ്രീല ജീവഗോസ്വാമി നമ്മുടെ ആചാര്യന്മാരും പറയുന്നു, അത് അല്ലാതെ അവർ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്കും പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ രണ്ട് പ്രസിദ്ധരായിട്ടുള്ള രണ്ട് പാട്ടുകാരായി മാറുന്നു അവർ. അങ്ങനെയും അതും നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ ലീലയിൽ പങ്കെടുക്കുമ്പോൾ പലവർക്കും കിട്ടുന്നത്, ഈവൻ അഘാസുരൻ്റെ കാര്യം നോക്കൂ, അഘാസുരന് മുക്തി കിട്ടുന്നത് സായുജ്യ മുക്തിയൊന്നുമല്ല കിട്ടുന്നത്, സാരൂപ്യ മുക്തിയൊക്കെയാണ് കിട്ടുന്നത്. കൃഷ്ണൻ്റെ ലീലയിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, മഹാസൗഭാഗ്യം. അസുരനായിട്ട് പൂതനയ്ക്ക് കിട്ടിയതോ ധാത്രി, അമ്മയുടെ സ്ഥാനം. അപ്പോൾ കൃഷ്ണൻ്റെ ലീലയിൽ പങ്കെടുക്കുന്നവർക്ക് സ്പെഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. കൃഷ്ണലീലയിൽ പങ്കെടുക്കുന്നവർക്ക്, അസുരന്മാർക്ക് പോലും അങ്ങനെയാണ്. ഭഗവാൻ അസുരന്മാരോട് പോലും കാരുണ്യം കാണിക്കുന്നു. ഇപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കൃഷ്ണൻ ചിലപ്പോൾ അദ്ദേഹം അവതരിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ട് നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരൊക്കെ പോയി അവിടെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്, പാലാഴിയിൽ പോയി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു, ഞാൻ അവതാരം എടുക്കുന്നുണ്ട്, നിങ്ങളെ പലവരും റെഡി ആയിക്കോളൂ എന്നും പറയുന്നുണ്ട്. അതിൽ പലവരും ലീലകളിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പലവരും ഭഗവാനെ സഹായിക്കുന്നുണ്ട് അദ്ദേഹം അവതാരമെടുത്ത സമയത്ത്. ചിലവർ തിരിച്ച് അവരുടെ ഉപരിലോകങ്ങളിലേക്ക് തന്നെ പോവും, അല്ലെങ്കിൽ സ്വർഗലോകങ്ങളിലേക്ക് തന്നെ പോയി പഴയ പൊസിഷനിലിരിക്കുന്നു. ചിലവർ ഭഗവാന്റെ കൂടെ പോകുന്നു. ഇതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ കൃഷ്ണാസ്, ഭഗവാന്റെ കാരുണ്യവും ആ വ്യക്തികളുടെ ആഗ്രഹവും അനുസരിച്ചിരിക്കും. പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കൃഷ്ണൻ്റെ ആഗ്രഹം അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ സ്വർഗലോകത്തിൽ പോയി, ഫോർ എക്സാമ്പിൾ ഇന്ദ്രദേവനും ചന്ദ്രദേവനൊക്കെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാണ്, അല്ലേ. വായു ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും വായുദേവൻ നോക്കുന്നു, വെള്ളത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും വരുണദേവൻ നോക്കുന്നു. അത് ചെറിയൊരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അപ്പോൾ അത് നോക്കണമെങ്കിൽ അതിന് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം, അതിന് ക്വാളിഫിക്കേഷൻ ഉള്ളൊരു വ്യക്തിയായിരിക്കണം.
അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ കൃഷ്ണൻ പറയാം, നിങ്ങൾ തിരിച്ച് അവിടെ പോയിക്കോളൂ, ആ ഒരു കാര്യം ചെയ്യൂ, ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്തരാണെങ്കിൽ അവർ പറയും ശരി, അത് ചെയ്യാൻ തയ്യാറാണെന്നല്ലേ. അവർ പറയുന്നില്ല അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ യമരാജൻ പറയുവാണ്, എന്നെക്കൊണ്ട് സാധിക്കില്ല ഈ പണി. അദ്ദേഹം മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുവാണെങ്കിലോ എന്നെക്കൊണ്ട് സാധിക്കില്ല ഈ പണി, അതായത് മറ്റുള്ളവർക്ക് ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്ന പണി എനിക്ക് സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം സന്തോഷത്തോടു കൂടി അത് ചെയ്യുന്നു. കാര്യം സന്തോഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ സർവീസ് ആയതുകൊണ്ട്, ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ആഗ്രഹം ഇതാണ്, ഞാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാനത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. ജോലി എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് നല്ലൊരു ഭാവമാണ്. അപ്പം അങ്ങനെയും ഉണ്ടാവും. അപ്പോൾ പല രീതിയിൽ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത് അങ്ങനെയെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ ചിലപ്പോൾ സാധിക്കില്ല. എവറിത്തിങ് ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യത്തെയും അതേപോലെ തന്നെ ഭഗവാന്റെ ആഗ്രഹവും അനുസരിച്ചിരിക്കും. ഭഗവാൻ എന്താണോ ഡിസയർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കും. അതനുസരിച്ചിട്ടാണ് എല്ലാം നടക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇവിടെ ഈ ഒരു ഭാവാർത്ഥത്തിൽ ശില പ്രഭുപാദി എക്സ്പ്ലെയിൻ ചെയ്യുന്നു ദ്വാരകയിലുള്ള അന്തേവാസികളുടെ സൗഭാഗ്യത്തെക്കുറിച്ചും. അവർ തീർച്ചയായിട്ടും ഭഗവാന്റെ ലീലയിൽ പങ്കെടുത്തവരാണ്. അവർ സാധാരണ ആളുകളല്ല. തീർച്ചയായിട്ടും അവരുടെ സ്ഥാനം, ദ്വാരകയുടെ സ്ഥാനവും ഉപരിലോകങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ ഇന്ദ്രലോകമോ ചന്ദ്രലോകമോ അല്ലെങ്കിൽ മറ്റുള്ള സ്വർഗലോകത്തേക്കാൾ വലിയ സ്ഥാനമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. കാര്യം വീണ്ടും എടുത്തു പറയുന്നു, കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭഗവാൻ നേരിട്ട് വന്ന സ്ഥലമാണ്, ലീലകൾ ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെയധികം സ്പെഷ്യലാണ്. അപ്പോൾ ആരാണോ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ, പുണ്യധാം, ദ്വാരകയാണെങ്കിലും മധുരയാണെങ്കിലും വൃന്ദാവനമാണെങ്കിലും നവദ്വീപ് ആണെങ്കിലും മായാപ്പൂർ ആണെങ്കിലും ജഗന്നാഥ്പുരി ആണെങ്കിലും ഇതെല്ലാം ഭഗവാന്റെ ധാമാണ്. ഭഗവാൻ നേരിട്ട് ലീലകൾ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ധാമിനെ ആരൊക്കെയാണോ ആശ്രയിക്കുന്നത്, ധാമിനെ ആശ്രയിച്ച് നമ്മൾ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നത്, അവർക്ക് 100% ഈ ജന്മത്തിൽ തന്നെ ഭഗവത് സാക്ഷാത്കാരം ഉറപ്പാണ്. കാര്യം നമ്മൾ സാധാരണ ഒരു സ്ഥലത്തിരുന്ന്, ധാം അല്ലാത്ത സ്ഥലത്തിരുന്ന് ചെയ്യുന്ന ഭക്തിയുത സേവനത്തേക്കാൾ 1000 മടങ്ങാണ് ധാമിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വരുന്നത്, അതിൻ്റെ റിസൾട്ട് വരുന്നത്. ധാമിൻ്റെ പൊട്ടൻസി ഉണ്ട്, ധാമിന് ഒരുപാട് പൊട്ടൻസി ഉണ്ട്. അപ്പോൾ അതും അതിലൊരു ഫാക്ടറാണ്. പക്ഷെ ചില ധാമുണ്ട്, ഉദാഹരണത്തിന് വൃന്ദാവൻ ധാമിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പോയി ചെയ്യുന്ന ഭക്തി സേവനങ്ങൾക്ക് 1000 മടങ്ങ് ശക്തി, അതിന് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്യുവാണെങ്കിൽ അതും പ്രശ്നമാണ് അവിടെ. അത് ചില ധാമിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ നവദ്വീപ് മായാപ്പൂർ ധാം അങ്ങനെയല്ല. നവദ്വീപ് ധാം ഒരുപാട് ഔദാര്യധാം എന്നാണ് വിളിക്കുക. കാര്യം മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യമുണ്ട്. ജഗായി മദായിനെ പോലും മഹാപ്രഭു, അവർക്ക് പോലും നിത്യാനന്ദ പ്രഭുവും മഹാപ്രഭുവും അവർക്ക് പോലും കൃഷ്ണപ്രേമം കൊടുത്തതാണ്. അവർക്ക് ഔദാര്യം കൂടുതലാണ് മഹാപ്രഭുവിനും, കരുണാവതാരങ്ങളാണ് മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും. അപ്പോൾ അവരുടെ സ്ഥലത്ത് കാരുണ്യം കൂടുതലാണ്. അവിടെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാലും അങ്ങനെ അതിന് എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ വൃന്ദാവനമാണെങ്കിൽ ഡയറക്റ്റ്ലി ചെകിടത്ത് അടി കിട്ടുന്ന പോലെ കിട്ടും നമുക്ക് സ്പോട്ടിൽ. നമ്മൾ അങ്ങനെ എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്യുവാണെങ്കിൽ ധാം തന്നെ നമ്മളെ പുറത്താക്കി ഓടുന്നു. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയും നമ്മുടെ ഗുരുജനങ്ങൾ, അത് നമ്മൾ ധാമിലൊക്കെ, ഏത് ധാമാണെങ്കിലും അവിടെ പോയി സ്ഥിരമായിട്ട് താമസിക്കാൻ ഒക്കെ ഒരു ഉദ്ദേശത്തോടു കൂടി അവർക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള മെച്യൂരിറ്റി ആയതിനു ശേഷം, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ആയതിനു ശേഷം ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടതാണ് എന്നുള്ളത്. നമുക്ക് തോന്നുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് നടന്നുകൊള്ളണമെന്നില്ല. നമുക്ക് തിരിച്ച് ചിലപ്പോൾ അവിടെ നിന്ന് പുറത്തു വരേണ്ടി വരും, നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ മനസ്സിലാക്കണം, ഈ ധാമിനൊക്കെ ഒരുപാട് പൊട്ടൻസി ഉണ്ട്. സോ നമ്മളെല്ലാവരും ഡിസയർ ചെയ്യണം, എല്ലാവരുടെയും ആഗ്രഹം അതായിരിക്കണം. എല്ലാവരും നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് അല്ലേ. വൃന്ദാവനം അല്ലെങ്കിൽ നവദ്വീപ്, ഭഗവാന്റെ ലീലകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ
നമുക്ക് താമസിക്കുവാനും അവിടെ ഇരുന്നു കൊണ്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനും സാധിക്കുവാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി നേരിട്ട് അവിടെ പോകാൻ സാധിച്ചില്ലെങ്കിലും മനസ്സിലെങ്കിലും നമുക്ക് മനസ്സിൽ നമ്മൾ വൃന്ദാവനം ധ്യാനിക്കുന്നു, മധുര ധ്യാനിക്കുന്നു, നവദ്വീപ് ധ്യാനിക്കുന്നു, മതി. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് സേവനമെന്നുണ്ടെങ്കിൽ അതിനും വളരെയധികം എഫക്റ്റ് ഉണ്ട്. നേരിട്ട് പോയി ചെയ്യുന്നത് പോലെ തന്നെയാണ് അത്. അപ്പോൾ മാനസിക് ജപ അല്ലെങ്കിൽ മാനസിക് സേവനത്തിന് ഒരുപാട് ശക്തിയുണ്ട്, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക. മഹാഭാഗ്യമുള്ളവർക്ക് അവിടെ പോയി ശരിക്കും ഫിസിക്കലി താമസിക്കാനുള്ള സൗഭാഗ്യവും കിട്ടുന്നു. ഫിസിക്കലി താമസിച്ചുകൊണ്ട് മനസ്സ് അവിടെ ഇല്ലെങ്കിൽ, മനസ്സ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനും ഭേദം അവിടെ പോകാതിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമുക്ക് ഓർക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ശ്രീല പ്രഭുപാദിജിയുടെ ഭാവാർത്ഥം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ശ്രീല പ്രഭുപാദ് പറയുന്നു. കൂട്ടത്തിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കൂടുതൽ പോയിന്റുകളൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്, ഓർക്കാവുന്നതാണ് ഈ ഒരു അവസരത്തിൽ. ഇപ്പോൾ അവസാനത്തെ വരിയിൽ ശ്രീല പ്രഭുപാദി പറയുന്നു, ഭഗവാന്റെ ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഒരു ശുദ്ധഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്തൻ ഒരു എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അവരെക്കാൾ വരിഷ്ഠരായിട്ടുള്ള ഒരു ഭക്തൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ, ഭക്തിയുത സേവനങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. ഈ ധാമിലൊക്കെ പോയി എപ്പോഴും, അതുകൊണ്ട് ഈ ധാമുകളിൽ പോകുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ആൾ വേണം. നമുക്ക് അസോസിയേഷൻ പ്രോപ്പറായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള അസോസിയേഷൻ കിട്ടി അവരുടെ ഗൈഡൻസിൽ അനുഗത്യയിൽ ചെയ്യേണ്ട കാര്യമാണത്. നമുക്കവിടെ പോയി സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. സോ ഇതെല്ലാം ഓർക്കാം ഈ ഒരു അവസരത്തിൽ. ഓക്കെ, ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ 28ാമത്തെ ശ്ലോകം. 27 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ग्रंथराज श्रीमद् भागवतम की जय, जगत गुरु शिला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, निताय गौर प्रेमानंदे. हरि हरि बोल. थैंक यू. हरे कृष्ण.